നമുക്കിന്നൊരു ഫുട്ബോൾ മാച്ച് കാണാൻ പോയാലോ? അപ്പോൾ ലെറ്റ്സ് സീ എ ഫുട്ബോൾ മാച്ച് ഇൻ സ്പെയിൻ. നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് 2026 സ്പെയിൻകാർ കൊണ്ടുപോയില്ലേ? അപ്പം നമ്മൾ സ്പെയിനിൽ താമസിച്ചിട്ട് ഇത്രയും നാളും ഫുട്ബോൾ കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ? അപ്പം നമ്മൾ ഇന്നൊരു ഫുട്ബോൾ മാച്ച് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് ഗേൾസിൻ്റെ ഫുട്ബോൾ മാച്ചാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. നമുക്കിപ്പോൾ ഇവിടെ സ്പെയിനിൽ ഫുട്ബോൾ മാച്ച് കാണണമെങ്കിൽ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് പോയാൽ മതി. അത്രയും ക്രേസാണ് ഇവർക്ക് സ്പെയിൻകാർക്ക് നമ്മുടെ ഫുട്ബോൾ മാച്ച് എന്ന് പറഞ്ഞാൽ. എപ്പോഴും ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ആ ഗ്രൗണ്ടിൽ. അപ്പോൾ കുറേ ആൾക്കാർ വീഴുന്നും പരിക്ക് പറ്റുന്നും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവർ മൈൻഡാക്കാതെ അവർ എൻജോയ് ചെയ്താണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്പെയിനിൽ വന്നിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഫുട്ബോളിനോട്. അപ്പോൾ അത് രോഹിത്തിന് ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഫുട്ബോൾ മാച്ച് കാണണം. പിന്നെ ഗേൾസിൻ്റെയും കൂടെ ആണല്ലോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. അവിടെ സമ്മറിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ക്ലിയർ ആയിരുന്നില്ല കാണാൻ നൈറ്റിലായതുകൊണ്ട്. പിന്നെ കുറച്ച് നേരം നമ്മൾ ബീച്ചിൽ ഇരുന്നു. പിന്നെ വിശന്നപ്പോൾ ബീച്ച് കാണാനുള്ള മൂഡൊക്കെ പോയി ഞങ്ങൾ നേരെ ഒരു പിസ്സേരിയയിലേക്കാണ് പോയത്. അപ്പം നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ പെപ്പറോണി സ്പൈസി പിസ്സയാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് കണ്ണീന്നും മൂക്കിന്നും എല്ലായിടത്തുനിന്നും വെള്ളം പാറുമായിരുന്നു. നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് നമുക്ക് അവർ കുറച്ച് ടേസ്റ്റ് കൂടുതലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് കൂടുതൽ സ്പൈസി ഇട്ടോന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ നടന്നു. പാർക്കിലൊക്കെ കുറച്ച് നേരം നടന്നു ടിനൂട്ടനായിട്ട്. വീഡിയോയിൽ കാണാൻ ടാറ്റാ, ടേക്ക് കെയർ.